ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആനിമയുടെ പേരാണ് ചെയിൻസോ മാൻ. അതിനു മുമ്പ് ആനിമ കണ്ടന്റ് കേൾക്കാനും കാണാനും ഇഷ്ടമുള്ള ഒരു ആനിമ ലവറാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെയിൻസോ മാൻ ഇതിൻ്റെ സ്റ്റോറി നടക്കണമെന്ന് പറഞ്ഞാൽ ഈ പിശാചികളുണ്ടല്ലോ, ഈ പ്രേതം എന്നൊക്കെ പറയുന്ന പോലെ ആ പിശാചികൾ ഈ ഹ്യൂമൻസിൻ്റെ പേടികൾ കൊണ്ട് ഇങ്ങനെ ഉടലെടുക്കുന്ന ഒരു ലോകത്താണ് ഈ ചെയിൻസോ മാൻ്റെ സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ ഈ ഇതേ ലോകത്ത് തന്നെ ഈ ഉടലെടുക്കുന്ന ഈ പിശാചികളെ കൊന്നും കൊലപ്പെടുത്തിയൊക്കെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ഡെവിൾ ഹണ്ടേഴ്സ്. അവർ ഇതിലൂടെയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അൾട്ടർനേറ്റീവ് ടൈമിലാണ്, ഏകദേശം 1997 അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനും സ്റ്റിൽ എക്സിസ്റ്റ് ആവുന്ന ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ആ വേൾഡിൽ ചെയിൻസോ മാൻ എന്ന് പറയുന്ന ആ ആനിമയിൽ ആ വേൾഡിൽ നടക്കുന്നത്. അപ്പോൾ ഈ വേൾഡിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡെവിൾസ് ഉണ്ടല്ലോ, ഡെവിൾ എന്ന് പറഞ്ഞ പിശാചികൾ, അവരുടെ നമുക്ക് പവർ വീണ്ടെടുക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഓരോ ഡെവിൾസിൻ്റെ പവർ നമുക്ക് ഹാർനസ് ചെയ്തെടുക്കാൻ പറ്റും. അവരാണ് ഈ കൂടുതൽ ഡെവിൾ ഹണ്ടേഴ്സായി ബാക്കിയുള്ള ഡെവിൾസിനെയൊക്കെ ഹണ്ട് ചെയ്ത് കൊല്ലുന്ന ഉപജീവന മാർഗം നടത്തുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡെവിൾസിന് തന്നെ ഈ ഹ്യൂമൻസിൻ്റെ ബോഡിയൊക്കെ അക്വയർ ചെയ്ത് ഹ്യൂമൻസായിട്ട് ഫ്രണ്ട്സൊക്കെ ആവാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡെവിൾസ് ഏതെങ്കിലും ഒരു ഡെവിള് ഈ എർത്തിൽ ആ ടൈം ലൈനിലുള്ള എർത്തിൽ മരിക്കുകയാണെങ്കിൽ അവർ ഈ ഹെല്ലിൽ റീബോൺ ആവുകയും അതേപോലെ തന്നെ ഹെല്ലിൽ മരിക്കുന്ന ഡെവിൾസൊക്കെ എർത്തിൽ റീബോൺ ആവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിലെ ഈ സംഭവം ഈ ടൈം ലൈൻ ഈ ആനിമെ ചെയിൻസോ മാൻ ആനിമെ നടക്കുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഡെഞ്ചി എന്ന് പറഞ്ഞ ഒരു ടീനേജർ ബോയാണ്. അപ്പോൾ ആ ടീനേജർ ബോയ് എന്നപ്പോൾ നല്ലൊരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പയ്യനായിരുന്നു. ആരുമില്ല, അച്ഛനും അമ്മ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പയ്യനായിരുന്നു. അപ്പോൾ അവനെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പട്ടിയെ കിട്ടും. പട്ടി എന്ന് പറഞ്ഞ ഒരു ഡെവിളാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ ചെയിൻസ് ഉണ്ട്, ഈ മരം മുറിക്കണം, അതതിൻ്റെ വായിക്കൂടെ ഇങ്ങനെ പറഞ്ഞ ഒരു സംഭവം. അത് മോളിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുക. അത് അവനൊരു പട്ടിയെ കിട്ടുമായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പൊച്ചിറ്റാന്നെന്തോ ആയിരുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം അവനെന്തോ മരണം, അത് ആനിമെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സ്പോയിലേഴ്സ് ആവണില്ല. അപ്പോൾ മരിക്കാൻ നേരത്തെ അവൻ ഈ ചെയിൻസോയുമായിട്ട് ഈ പട്ടിയായിട്ട് കമ്പൈൻ ചെയ്ത് അവന് ചെയിൻസോ ചെയ്ത ശക്തി കിട്ടും. എന്ന് പറയുമ്പം ഈ മരമൊക്കെ മുറിക്കണമല്ലോ, അപ്പോൾ അവൻ്റെ വായിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ ചെയിൻസോ വരുന്നതായിട്ടാണ് ഈ ആനിമയിൽ കാണിക്കുന്നത്. പിന്നെ അവന് ഈ ശക്തിയൊക്കെ കിട്ടിയതിന് ശേഷം അവനൊരു ഗവൺമെൻറ് ഏജൻസിയായിട്ട് ബന്ധപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ഈ ഡെവിൾസിനെയൊക്കെ കൊന്ന് ജപ്പാനിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയായിട്ട് അവനെ റിക്രൂട്ട് ചെയ്ത് അവയിലൊരു അംഗമായി ചേരുകയാണ്. പിന്നെ എല്ലാ ആനിമയിലുള്ളതുപോലെ തന്നെ ഈ ആനിമയിലും പലതരം ആർക്കുകളുണ്ട്. ഇതിൽ രണ്ടാമത്തെ ആർക്കിൽ എന്ന് പറഞ്ഞാൽ ആസാമിട്ടാക്ക എന്ന് പറഞ്ഞൊരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, അവൾ യോറു എന്ന് പറയുന്ന ഒരു വാർഡവളുമായിട്ട് കോൺട്രാക്ട് ചെയ്ത് അവൾ ഇവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെ പിന്നെ അവർ കൂട്ടുകാർ അങ്ങനെയൊക്കെ ആയി പോകുന്ന ഒരു ആനിമയാണിത്. ചെയിൻസോ മാൻ എന്ന് പറഞ്ഞ ആനിമ 18+ ആണ്. അതുപോലെ തന്നെ 12 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. 9.4 റേറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു ആനിമയാണ്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആനിമ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കൂ. നിങ്ങൾ പോയി ആനിമ കാണും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക.